Hello everyone, welcome to my channel. Today we are going to discuss about vector atom model. Third DC B.Sc final year students, അതായത് അവർ S5 സ്റ്റുഡൻസിന് ഉള്ള ഒരു ടോപ്പിക്കാണിത്. അറ്റോമിക് ആൻഡ് മോളിക്കുലർ ഫിസിക്സ് എന്നുള്ള പേപ്പറിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് ആണ് വെക്ടർ ആറ്റം മോഡൽ. അതിൽ ഫസ്റ്റ് പാർട്ടായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നേക്കുന്നത് എൻ്റെ ചാനലിൽ. അപ്പോൾ ഇതിനകത്ത് വീഡിയോസ് ഈ ഒരു ടോപ്പിക്കിനകത്ത് ഞാൻ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ടോപ്പിക്സ് എന്താണെന്നുള്ളത് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ടോപ്പിക്സ് ബോൾസ് തിയറി, correspondence principle, Sommerfeld's atom model and explanation of fine structure of H line in Balmer series of hydrogen atom. പിന്നെ limitations of Sommerfeld's atom model, അടുത്തത് vector atom model which is very important, application of spatial quantization and the last one various quantum numbers associated with vector atom model. തൽക്കാലം ഈ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത്രയും ടോപ്പിക്സുകളാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എസ് എ ആയിട്ട് ചോദിക്കുന്നത് വെക്ടർ ആറ്റം മോഡലും വേരിയസ് ക്വാണ്ടം നമ്പേഴ്സ് അസോസിയേറ്റ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തുള്ളത് എസ് എ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതായത് വെക്ടർ ആറ്റം മോഡൽ ഇതും പിന്നെ വേരിയസ് ക്വാണ്ടം നമ്പേഴ്സിൻ്റെ കാര്യവും ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എസ് എ ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏതോ ഒരു വർഷം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതുമാണ്. പിന്നെ അതേപോലെ സ്പേഷ്യൽ ക്വാണ്ടൈസേഷനും പിന്നെ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ, ബോൾസ് തിയറി അല്ലെങ്കിൽ ബോൾസ് പോസ്റ്റ്ലേറ്റ്സ്, പിന്നെ അതേപോലെ സോമർഫീൽഡ്സ് ആറ്റം മോഡൽ, അതൊക്കെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ളതുമാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം അതിലേക്ക് കടക്കാം. ഓൾറെഡി നിങ്ങൾ ആറ്റം മോഡലിനെ +1 +2 അല്ലെങ്കിൽ സ്മോളർ ക്ലാസ്സസിൽ പഠിക്കുന്ന കാര്യമാണ്. നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് തോംസൺ ആറ്റം മോഡലും പിന്നെ അത് കഴിഞ്ഞിട്ട് റുദർഫോർഡ് ആറ്റം മോഡലൊക്കെയാണ്. നിങ്ങളത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ആറ്റം മോഡൽസിലൊക്കെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് അതിനെപ്പറ്റി എക്സ്പ്ലനേഷൻസ് പിന്നീട് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ റുദർഫോർഡ് ആറ്റം മോഡലിന് ശേഷം ഒരു തിയറി സ്റ്റഡി ചെയ്തതാണ് നമ്മൾ ബോർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഫിസിസിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ തിയറിയിലാണ് ആദ്യമായിട്ട് നമ്മൾ ഇലക്ട്രോൺസിൻ്റെ ഒരു അലൗഡ് ഓർബിറ്റിൽ കൂടി അല്ലെങ്കിൽ ഒരു പെർമിസിബിൾ ഓർബിറ്റിൽ കൂടി റിവോൾവ് ചെയ്ത് പോവാം എന്ന്, ന്യൂക്ലിയസിന് ചുറ്റും ഒരു അലൗഡ് ഓർബിറ്റ്സിലൂടെ റിവോൾവ് ചെയ്ത് പോവാം. പക്ഷേ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ആംഗുലാർ മൊമെൻറ്റം ഓഫ് ദ ഇലക്ട്രോൺ ഈസ് ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. ആ കണ്ടീഷൻ ആണെങ്കിൽ മാത്രം അവർക്ക് ആ ഓർബിറ്റിലൂടെ അലൗഡ് ഓർബിറ്റ്സിലൂടെ റിവോൾവ് ചെയ്യാമെന്ന് ബോറിൻ്റെ ഫസ്റ്റ് പോസ്റ്റുലേറ്റിൽ പറയുന്നു. രണ്ടാമത്തെ പോസ്റ്റുലേറ്റിൽ എന്ന് പറയുന്നത് എനർജി റിലേറ്റ് ചെയ്താണ്. അതായത് ലോവർ എനർജിയിൽ നിന്ന് ഹയർ എനർജിയിലേക്ക് നമുക്ക് എമിഷൻ, ലോവർ എനർജിയിൽ നിന്ന് ഹയർ എനർജിയിലേക്ക് പോകുന്നത് നമുക്കറിയാം അബ്സോർപ്ഷൻ എഫക്റ്റ് ആണെന്നല്ലേ. ഒരു ലൈറ്റ് ഒരു ഒബ്ജക്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിലേക്ക് വീഴുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അവിടെ രണ്ട് ഫിനോമിനൻ ഉണ്ടാകുന്നുണ്ട്, ഒന്ന് അബ്സോർപ്ഷനും ഒന്ന് എമിഷനും. അതിൽ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ആ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഉണ്ടായിരുന്ന സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഫോട്ടോണ് മേളിലേക്ക് അല്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് ഹൈ ലെവലിലേക്ക് കയറുമ്പോഴാണ് അവിടെ നമ്മൾ എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് അവന് മുകളിലത്തെ നിലയിലേക്ക് കയറി എന്ന് പറയുന്നത് അല്ലേ. അവിടെ നമ്മൾ പറയുന്ന പ്രോസസ്സാണ് അബ്സോർപ്ഷൻ. ഇനി എനർജി അക്വയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്ന് അവൻ താഴത്തെ എനർജി സ്റ്റേറ്റിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരികയാണെങ്കിൽ അവിടെ നമ്മൾ പറയുന്നത് എമിഷൻ എന്ന പ്രോസസ്സാണ്. അപ്പം ബോറിൻ്റെ പോസ്റ്റ്ലേറ്റിൽ രണ്ടാമത് പറയുന്നത് തന്നെ an atom radiates energy only when an electron jumps from a stationary orbit of higher energy to one of lower energy. If the electron jumps from an initial orbit of energy EI to a final orbit of energy EF, then the frequency can be written as, frequency നമുക്കറിയാം nu ആണ്, that is ഇയും ഹെച്ചും ന്യൂവും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം, സ്മോളർ ക്ലാസ്സസിൽ പഠിച്ചിട്ടുള്ളതാണ്, E = h nu. From that I can write nu is equal to EI minus EF divided by h. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും ഒരു എമൗണ്ട് ഓഫ് ഫ്രീക്വൻസിയാണ് ആ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൽ എമിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് E-EF/h എന്നുള്ള വാല്യൂ ആണ്. അപ്പോൾ അതാണ് ബോറിൻ്റെ രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റിൽ പറയുന്നത്. ആദ്യത്തെ പോസ്റ്റ്ലേറ്റിൽ റിവോൾവിംഗ് പ്രോസസ്സാണ് പറയുന്നതെങ്കിൽ രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റിൽ എനർജിയെ ബേസ് ചെയ്താണ് പറയുന്നത്. ഇനി ഈ രണ്ട് പോസ്റ്റ്ലേറ്റ്സും വെച്ചിട്ട് ബോറിന് രണ്ട് കാര്യങ്ങൾ ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ അദ്ദേഹം രണ്ട് കാര്യങ്ങൾ ഡിറൈവ് ചെയ്തു. രണ്ടെണ്ണത്തിൽ ആദ്യം എന്ന് പറയുന്നത് റേഡിയൈ ഓഫ് സ്റ്റേഷനറി ഓർബിറ്റ്സും രണ്ടാമത്തത് ടോട്ടൽ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ഓർബിറ്റ്. ഓക്കെ, but
there were some limitations. അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതിലൊന്നാണ് ഫൈൻ സ്ട്രക്ചർ. അതായത് ഒരു സ്പെക്ട്രൽ ലൈൻ കാണുമ്പോൾ ആ സ്പെക്ട്രൽ ലൈൻ സിംഗിൾ ലൈൻ ആണെന്നാണ് ധരിക്കുന്നതെങ്കിൽ അതിനകത്ത് വളരെ ചെറിയതായിട്ടുള്ള ഫൈൻ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ്, വീണ്ടും സബ് ഡിവിഷൻസ് ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. സ്പെക്ട്രോഗ്രാഫ് ഓഫ് ഹൈ റിസോൾവിംഗ് ഷോഡ് ദാറ്റ് ലൈൻസ് ആർ നോട്ട് സിംഗിൾ. Each spectral line actually consisted of several very close lines packed together. This is called fine structure, and Bohr couldn't explain this fine structure. That was the limitation, first limitation. അതുപോലെ തന്നെ അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത മറ്റ് കാര്യങ്ങളാണ് സീമൻ എഫക്റ്റും സ്റ്റാർക്ക് എഫക്റ്റും. മാത്രമല്ല, ബോർസ് ആറ്റം മോഡൽ വയലേറ്റ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിനെയും അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ തിയറി വെച്ചിട്ട്. അപ്പോൾ ഇതായിരുന്നു ഡ്രോബാക്സ്. അതുകൊണ്ട് തന്നെ എന്ത് വന്നു, സോമർഫീൽഡിൻ്റെ ആറ്റം മോഡലിലേക്ക് വരുന്നു. അതിന് തൊട്ട് മുമ്പ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ബോർസ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്രം. ഇനി ബോറിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എങ്ങനെയാണ് ഹൈഡ്രജൻ സ്പെക്ട്രം റിലേറ്റ് ചെയ്ത്? നമുക്ക് ഓൾറെഡി അറിയാം ഹൈഡ്രജൻ സീരീസിനെ പറ്റിയല്ലേ, 5 സീരീസ് ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് തൊട്ട് മുമ്പ് ഹൈഡ്രജൻ സ്പെക്ട്രം ബേസ് ചെയ്ത് അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇഫ് an electron jumps from an outer initial orbit n2 of higher energy to an inner orbit n1, അതായത് പുറത്തുള്ള ഓർബിറ്റിൽ നിന്ന് അകത്തേക്കുള്ള ഓർബിറ്റിലേക്ക് ചാടുകയാണെന്ന് വിചാരിക്കുക ഒരു ഇലക്ട്രോൺ. ഓക്കെ, അകത്തേക്കുള്ള ഓർബിറ്റിലേക്ക് ചാടുകയാണെങ്കിൽ the frequency of radiation emitted is given by nu is equal to, നേരത്തെ പറഞ്ഞ EI മൈനസ് EFന് പകരം ഇവിടെ N2ഉം N1ഉം വരുന്നു എന്നേ ഉള്ളൂ. EN2 മൈനസ് EN1 divided by H. But for hydrogen we know that Z is equal to 1. Then our equation, energy equation can be written as, ഇത് നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കുന്ന ഇക്വേഷൻ ആണ്, മൈനസ് Z സ്ക്വയർ M E raised to 4 by 8 epsilon 0 square H square into 1 by N2 square. ഓക്കെ, ഈ N2 ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ബേസിൽ വരുമ്പോൾ N2 സ്ക്വയർ വരും. ഇനി അതേപോലെ ഈ N1 നമുക്ക് പറയാം മൈനസ് Z സ്ക്വയർ M E raised to 4 by 8 epsilon 0 square H square into 1 by N1 square. ഇനി എന്താണ്, നമുക്ക് ഇതിനെ രണ്ടിനെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ മുകളിലത്തെ ഇക്വേഷനിലേക്ക്. അപ്പോൾ നമ്മുടെ ന്യൂ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി EN2 മൈനസ് EN1 by H. ഇറ്റ് ഈസ് ഈക്വൽ ടു കോമൺ ഫാക്ടേഴ്സ് പുറത്തു വരും. Z 1 ആണ്, അപ്പോൾ ആ ഇസഡിനെ നമുക്ക് കളയാം. പിന്നെ മൈനസും ഒക്കെ പോയി ബാക്കിയുള്ള കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് 1. റെസ്റ്റ് ഓഫ് ദ ഫാക്ടേഴ്സ് ആ 1 by N1 square minus 1 by N2 square. Clear? Or I can write it as, in terms of wave number, nu bar is equal to 1 by lambda is equal to nu by c. നമുക്കറിയാം nu equal to c by lambda എന്ന് പറഞ്ഞിട്ടുണ്ട്. That is equal to nu നമുക്കറിയാം, nu ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അവനെ നമ്മൾ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഒപ്പം നമ്മൾ സിയും കൂടെ അവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു ഡിനോമിനേറ്ററിൽ. ഓക്കെ, ആൻഡ് ഫൈനലി യു വിൽ ഗെറ്റ് സം കോൺസ്റ്റന്റ് ടേംസ് ഔട്ട്സൈഡ് ദ ബ്രാക്കറ്റ് ആൻഡ് N1ഉം N2ഉം inside the brackets. So these constant terms we can term it as capital R, where this constant is called Rydberg constant. Clear? അപ്പോൾ Bohr's interpretation of hydrogen atom 2 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം എഴുതാം. ഹൈഡ്രജൻ സ്പെക്ട്രം അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റം ബേസ് ചെയ്ത് Z ഈക്വൽ ടു 1 ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഫ്രീക്വൻസി അല്ലെങ്കിൽ വേവ് നമ്പർ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് റിഡ്ബർഗ് കോൺസ്റ്റന്റ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, I hope it's clear. So we will move to the next slide. Smaller classes തന്നെ പഠിക്കുന്നതാണ് സ്പെക്ട്രൽ സീരീസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. 5 സീരീസ് ആണുള്ളത്. ലൈമൻ സീരീസ്, ബാമ സീരീസ്, പാഷൻ സീരീസ്, പിന്നെന്താ ബ്രാക്കറ്റ് ഫണ്ട് അല്ലേ. അപ്പോൾ 5 എണ്ണം ഉണ്ട്. ഇതിനകത്ത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പഴയതിൽ ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് പേര് മാത്രം എടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ എക്സ്പ്ലനേഷൻ ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയതിൽ. അഥവാ നിങ്ങൾ എവിടെയെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണുകയാണെങ്കിൽ, ചെക്ക് ചെയ്യുകയാണെങ്കിൽ, ഇനി നിങ്ങളുടെ കണ്ണിൽ പെടുകയാണെങ്കിൽ പഠിച്ചോളുക. അതിനാണ് ഞാനിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നിരിക്കുന്നത്. ലൈമൻ സീരീസ് ആകുമ്പോൾ നമുക്കറിയാം അവിടെ യെല്ലോ ഷെയ്ഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് UV റീജിയനെയാണ്. UV റീജിയനിലാണ് ലൈമൻ സീരീസിൻ്റെ എന്താണ്
occurrence അല്ലേ ലൈമൻ സീരീസ് occur ചെയ്യുന്നത് അല്ലെങ്കിൽ ലൈ ചെയ്യുന്നത് യു വി റീജിയനിലാണ്. നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രമാണ് നമ്മൾ യു വി റീജിയൻ, വിസിബിൾ റീജിയൻ, IR റീജിയൻ ഒക്കെ പറയുന്നതിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ അതിലെ യു വി റീജിയനുമായിട്ട് ലിങ്ക് ഉള്ള സീരീസ് ഏതാ, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്പെക്ട്രൽ സീരീസ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇനി അത് നിങ്ങളുടെ ഭാവിയിൽ കോമ്പറ്റേറ്റീവ് എക്സാംസ് അറ്റൻഡ് ചെയ്ത് വരുമ്പോഴും അവിടെയും നിങ്ങൾക്കത് പ്രയോജനപ്പെടും. PSC എക്സാംസിലൊക്കെ അത് യൂസ് ചെയ്യുന്നതാണ്. ലൈമൻ സീരീസാണ് യു വി റീജിയനുമായിട്ട് ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ലൈമൻ സീരീസിലാണെങ്കിൽ when an electron jumps from second, third, etc. orbits to the first orbit, we get the Lyman series which lies in UV region. Here N1 is equal to 1 and N2 is equal to 2, 3, 4, 5. So the wave number can be written as നമ്മൾ നേരത്തെ പഠിച്ച Bohr interpretation of hydrogen spectrum എന്തിനാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണും. ആ വേവ് നമ്പറിൻ്റെ ഇക്വേഷൻ നമുക്ക് ഈ സ്പെക്ട്രൽ സീരീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആവശ്യമുണ്ട്. ദാറ്റ് ഈസ് R ഇൻറ്റു 1/n n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അവിടെ ആദ്യത്തെ ഓർഡറിന് n1ന് 1 സ്ക്വയർ കൊടുക്കും മൈനസ് 1 ഡിവൈഡഡ് ബൈ n സ്ക്വയർ. അപ്പോൾ എന്നിന് ഏത് ടേംസ് വേണമെങ്കിലും ആവാം, 2, 3, 4, 5 ആസ് പെർ ദ ഓർബിറ്റ്സ്. ഇലക്ട്രോൺ ജമ്പ് ചെയ്യുന്ന ഏതായാലും നമുക്ക് ആ ഓർബിറ്റ്സിൻ്റെ വാല്യൂസ് കൊടുക്കാം. അതുപോലെ ബാമ സീരീസും ഞാനപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ബാമ സീരീസിൽ വിസിബിൾ റീജിയനിലാണ്. അതിന് N1 എന്ന് പറയുന്നത് സെക്കൻഡ് ഓർബിറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ N2 എന്ന് പറയുന്നത് 3, 4, 5 ആണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വേവ് നമ്പർ ഇക്വേഷൻ വേവ് നമ്പറിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് R ഇൻറ്റു 1/2 സ്ക്വയർ മൈനസ് 1/n സ്ക്വയർ വേർ ആൻഡ് n ഇസ് ഈക്വൽ ടു 3, 4, 5 എക്സെട്ര. പാഷൻ സീരീസ് ആണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള 3 സീരീസ് പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്, അത് മൂന്നും IR റീജിയനുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. IR റീജിയനിലായതുകൊണ്ട് തന്നെ N1ൻ്റെ കേസ് എന്ന് പറയുന്നത് തേർഡ് പൊസിഷനാണ് 3 ആൻഡ് N2 എന്ന് പറയുന്നത് 4, 5, 6, 7. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ എങ്ങനെ വരുമെന്ന് ശ്രദ്ധിച്ചോളുക. ബ്രാക്കറ്റിൻ്റെ ആണെങ്കിൽ വെരി ഫാർ ഇൻഫ്രാറെഡ് റീജിയൻ ആണ്. അപ്പം N1 എന്ന് പറയുന്നത് 4th ലെവലിൽ വരും, N2 എന്ന് പറയുന്നത് 5, 6, 7. So the wave number equation will be R into 1/n1 square minus 1/n2 square ന് പകരം N1ന് പകരം 4 കൊടുക്കുന്നു. Okay, where n represents 5, 6, 7, 8. Lastly, fund series എന്ന് പറയുന്നത് very far region, that is N1 is equal to 5 and N2 is equal to 6, 7, 8. So on substituting, the wave number equation will be R into 1/5 square minus 1/n square, where n represents 6, 7, 8. You can see the figure also here. അതിൻ്റെ ഓരോന്നിൻ്റെയും എനർജി ലെവലും എനർജി വാല്യൂസും പറഞ്ഞിട്ടുണ്ട്. ഗ്രൗണ്ട് ലെവലിൽ അതായത് n ഈക്വൽ ടു 1, അതൊരു കാര്യം ശ്രദ്ധിച്ചുകൊള്ളുക. ഈ പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഗ്രൗണ്ട് ലെവൽ ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിൽ n ഈക്വൽ ടു 0 എന്നുള്ളൊരു വാല്യൂ വരുന്നില്ല. അതൊരു ഫോർബിഡൻ അല്ലെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ ഒരു ഏരിയ നമുക്ക് വരുന്നില്ല. n എപ്പോഴും 1ൽ നിന്നാണ് ഹൈഡ്രജൻ സീരീസിന് സ്റ്റാർട്ട് ചെയ്യുന്നത്, ലൈമൻ സീരീസ്. ഓക്കെ, അപ്പോൾ n ഈക്വൽ ടു 1 എന്നുള്ള കണ്ടീഷനിൽ നമ്മുടെ എനർജി വാല്യൂ ഫോർ ഹൈഡ്രജൻ ഈസ് റിട്ടൺ ആസ് -13.6 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, അപ്പോൾ n ഈക്വൽ ടു 2 ആണെങ്കിൽ -3.4. അപ്പോൾ ഈവനെ നമുക്ക് ആവശ്യമുണ്ട്. പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്കത് ആവശ്യമായിട്ട് വരും. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ ഇലക്ട്രോൺ വോൾട്ടിൻ്റെ എനർജി വാല്യൂസ് ആണ് നമുക്ക് റൈറ്റ് സൈഡിലെ ഫിഗറിൽ കാണുന്നതും. -13.6 സെക്കൻഡ് ലെവലിൽ വരുമ്പം -3.4, തേർഡ് ലെവലിൽ വരുമ്പം -1.51. ഇതിൽ ഗ്രൗണ്ട് ലെവലിലെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചു വെച്ചേക്കുക, -13.6. അത് n ഈക്വൽ ടു 1 എന്നുള്ള കണ്ടീഷൻ വരുമ്പോൾ ലൈമൻ സീരീസിൽ n ഈക്വൽ ടു 1, n ഈക്വൽ ടു 0 എന്നുള്ളൊരു കണ്ടീഷൻ അവിടെ ഇല്ല. ക്ലിയർ? അടുത്തത് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ. Bohr proposed a correspondence principle, അതായത് its statement and explanation are: any new theory in physics must reduce to well-established corresponding classical theory when the new theory is applied to special situation in which the less general theory is known to be valid. അതായത് ജനറലി ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞു റദർഫോർഡ് മോഡൽ ചില കാര്യങ്ങൾ ആദ്യം ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്തുവെങ്കിലും അതിൽ ചില ലിമിറ്റേഷൻസ് വന്നപ്പോഴാണ് അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ, അതായത് റദർഫോർഡ് മോഡലിൻ്റെ അടിസ്ഥാനത്തിൽ ബോറിന് പുതിയൊരു പോസ്റ്റുലേറ്റും പുതിയൊരു ഐഡിയയും കൊണ്ടുവന്നത് അല്ലേ. അപ്പോൾ ഒരു പുതിയ ഒരു ഐഡിയ ഫിസിക്സിൽ കൊണ്ടുവരണമെങ്കിൽ അത്
എന്താണ് പഴയ ഒരു ഐഡിയയിൽ നിന്ന് ഉൾത്തിരിഞ്ഞുകൊണ്ട് വന്നതായിരിക്കണം, അല്ലെങ്കിൽ ഒരു ജനറൽ തിയറിയിൽ നിന്ന്, വാലിഡ് ആയിട്ടുള്ള ഒരു തിയറിയിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വന്നതായി അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് വന്നതായിരിക്കണം. അതാണ് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. A new theory in physics must reduce to well established corresponding classical theory when the new theory is applied to special situation in which the less general theory is known to be valid. അപ്പോൾ എത്രയാണോ എക്സ്പ്ലെയിൻ ചെയ്തു വന്ന തിയറി, അതിൽ നിന്ന് എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്നെ ഇവോൾവ് ചെയ്തു വരുന്നതായിരിക്കും ന്യൂ തിയറി ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഒന്നിന് പുറകിൽ നിന്ന് വന്നതാണ്, അല്ലേ? ആദ്യം കണ്ടുപിടിച്ച ഒരു വ്യക്തിയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അതാണ് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. Bohr's theory gives only the frequencies of spectral lines and says nothing about the nature and intensities of lines. അതാണ് പറഞ്ഞത്, ഫൈൻ സ്ട്രക്ചർ അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. Whereas classical theory is very successful in this respect. പക്ഷേ ക്ലാസിക്കൽ തിയറിയിൽ അവിടെ കുറച്ചും കൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സ്പെക്ട്രൽ ലൈൻസിന്റെ എക്സ്പ്ലനേഷൻ. Also, according to classical theory, the frequency of the spectral line is the same as the orbital frequency of the electron, that is nu is equal to omega by 2 pi. But in Bohr's theory, the frequency of spectral line is determined by difference in energy between two orbital states, that is nu is equal to EI minus EF divided by h. അപ്പോൾ ക്ലാസിക്കൽ തിയറിയിലെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒമേഗ ബൈ 2 പൈ ആണെങ്കിൽ, ബോർസ് തിയറി വെച്ചിട്ട് നമ്മൾ ഇവിടെ അറ്റോമിക് മോഡലിൻ്റെ സ്റ്റഡീസിൽ പറഞ്ഞേക്കുന്നത് എനർജി റിലേറ്റ് ചെയ്തിട്ടാണ്, അല്ലേ? പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റും എനർജിയും റിലേറ്റ് ചെയ്തിട്ടാണ്. ബട്ട് അത് രണ്ടും സിമിലർ തന്നെയാണ്. രണ്ട് തിയറി വെച്ച് നോക്കുമ്പോൾ, സ്പെഷ്യൽ റൂൾസ് വെച്ച് നോക്കുമ്പോൾ അത് ആപ്റ്റാണ് അതിനനുസരിച്ച്. But it can be shown that for transitions between states whose quantum numbers are relatively high, the frequency of the spectral line coincides very nearly with the orbital frequency. So that is what the explanation for correspondence principle. ഒരു എക്സ്പ്ലനേഷൻ ഒന്നിൽ പറയുന്നുണ്ടെങ്കിലും അത് മറ്റൊന്നിലേക്ക് വരുത്താനായിട്ട് അല്ലെങ്കിൽ കൊണ്ടുവരാനായിട്ട് അതിൻ്റെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ കൂടെ ഉണ്ടായിരിക്കണം. അതാണ് പറയുന്നത്. ഓക്കെ, അതിനാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. ക്ലാസിക്കൽ തിയറി അല്ലെങ്കിൽ ക്ലാസിക്കൽ തിയറിയിൽ ഒമേഗ ബൈ 2 പൈ എന്നുള്ള കണ്ടീഷൻ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ് ബോർസ് തിയറി വെച്ചിട്ട്. അതിനാണ് കൺസിഡർ ആൻ ആറ്റം ഓഫ് എഫക്റ്റീവ്ലി ഇൻഫിനിറ്റ് മാസ്, ദെൻ എനർജി En is equal to, ഹൈഡ്രജൻ ആയതുകൊണ്ട് തന്നെ അവിടെ Z ഇല്ല, ഇക്വേഷൻ 1 കണ്ടോളുക, മൈനസ് m(e⁴/8ε0 n²h². If n is sufficiently great, the energy change delta E corresponding to a change of n by delta n is obtained by differentiating equation. അതായത് തൊട്ട് മുകളിലത്തെ ഇക്വേഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു with respect to n. That is delta En is equal to minus m(e⁴/8ε0² n²h² delta n. ഓക്കെ, അതിനെ അവിടെ n ക്യൂബ് ആണ് വരുന്നത്. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം n ക്യൂബ് വരും. അത് തൊട്ട് താഴത്തെ ഇക്വേഷനിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ n ക്യൂബ് ആണ്, ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതുന്ന കാര്യമാണ്. അപ്പോൾ ദാറ്റ് ഇസ് ന്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ En ബൈ h. ആ n ക്യൂബ് ഇവിടെ നിങ്ങൾക്ക് കാണാം. അവിടെ പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ടൈപ്പ് ചെയ്തപ്പോൾ ഉള്ള മിസ്റ്റേക്കാണ്. n² അല്ല, n ക്യൂബ്. അപ്പോൾ എന്ത് വന്നു നോക്കാം. അതായത് m(e⁴) ഡിവൈഡഡ് ബൈ, അപ്പോൾ ആ മൈനസ് സൈൻ അവിടെ നിന്ന് പോയി. അതായത് ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ ഓൾറെഡി n² ആണ്, അല്ലേ? 1/n² ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് -1/n³. ആ മൈനസും ഈ മൈനസും കൂടെ പ്ലസ് ആയി, അതാണ് ഇവിടെ മൈനസ് ഇല്ലാത്തത്. പിന്നെ m(e⁴) ഡിവൈഡഡ് ബൈ, പിന്നെ അവിടെ ഒരു 2ഉം വരും, അല്ലേ? 1/n² അതിൻ്റെ ആ സ്ക്വയറിൽ 2ഉം വരും. അപ്പോൾ ആ 2ഉം ഈ 8ഉം കൂടെ വെച്ച് 4 ആയി ഇവിടെ. പിന്നെ ε0² h² ഇൻറ്റു ഇവിടെ ഒരു h ഉണ്ട്, ഈ ഒരു h² ഈ ഒരു hഉം കൂടെ h³ ആയി, പ്ലസ് ഇൻറ്റു n³ ഇൻറ്റു ഡെൽറ്റ n. Now, according to Bohr's postulate, first postulate, nh by 2 pi is equal to m(r²) omega, or it can be written as nh is equal to 2 pi m r² omega. Therefore, nu is equal to, we can substitute those values. nh-ന് പകരം ഇവിടെ nh³ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ കോൺസ്റ്റന്റ് ടേംസിനെ എല്ലാത്തിനെയും കൂടെ, അതായത് കോൺസ്റ്റന്റ് ടേംസ് അല്ല, സോറി, nh-ൻ്റെ അത്രയും ടേംസിനെയും കൂടെ ഞാൻ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ദ ഹോൾ ക്യൂബ്. ഓക്കെ, എന്നിട്ട് അതിനെ കുറച്ചും കൂടെ
ആ ബ്രാക്കറ്റിനകത്ത് കിടന്ന കോൺസ്റ്റന്റ് ടേംസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സിനെയൊക്കെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവന്നു. അതാണ് ഇവിടെ 32 എന്ന് കണ്ടത്. കാരണം 2 ക്യൂബാണ്. 2 ക്യൂബ് എന്ന് പറയുമ്പോൾ 8 × 4 32. ഓക്കെ, ഇനി ഇത് ഇത്രയും ഇക്വേഷൻ നമ്പർ 4 ആണ്. ഞാൻ ഇച്ചിരി സ്പീഡിൽ പോകാൻ കാരണം ഇത് ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണെങ്കിൽ ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാമേ. ഇനി now for the equilibrium in the orbit we have m omega square r is equal to 1 by 4 pi epsilon 0 e square by r square, or it can be written as 1 by r cube. Equilibrium conditionലാണ് നമ്മൾ ഈ ഇക്വേഷൻ എഴുതിയേക്കുന്നത്. Then 1 by r cube is equal to ഇവിടെ 1 by r ക്യൂബിൽ 4 pi epsilon 0 ഇപ്പുറത്ത് വരും m omega square divided by e square. ഇനി ഈ 1 by r ക്യൂബിനെ നമ്മൾ ന്യൂയിലേക്ക് നേരത്തെ എടുത്തു വെച്ചേക്കുന്ന ഇക്വേഷനിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആർ ക്യൂബിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ലാസ്റ്റ് അതിനകത്ത് കോൺസ്റ്റന്റ് ടേംസിനെ എല്ലാം നമ്മൾ കളയുന്നു. അതായത് ഇവിടെ എം സ്ക്വയർ വരും. ഈ എം സ്ക്വയറും ഈ എം സ്ക്വയറും ക്യാൻസലായി പോകും. എല്ലാ കോൺസ്റ്റന്റ് ടേംസും ക്യാൻസലായി പോയിട്ട് ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് ന്യൂ ഇസ് ഈക്വൽ ടു ഒമേഗ ബൈ 2π ഇൻറ്റു ഡെൽറ്റ എൻ. ഓക്കെ, so classical theory we know that frequency is omega by 2π, and according to Bohr's postulate നമ്മൾ അറ്റോമിക് ഫിസിക്സിൽ പഠിക്കുന്നത് ന്യൂ ഇസ് ഈക്വൽ ടു ഒമേഗ ബൈ 2π ഇൻറ്റു ദാറ്റ് പാർട്ടിക്കിളിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ കണ്ടീഷൻ ഡെൽറ്റ എൻ എന്നുള്ള വാല്യൂ. ഓക്കെ, ഇനി if delta n is equal to 1, nu is equal to omega by 2π. That is ക്ലാസിക്കൽ തിയറിക്ക് ഈക്വലൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ. അതാണ് നമ്മൾ പറഞ്ഞ കറസ്പോണ്ടൻസ് തിയറി. ക്ലാസിക്കൽ തിയറി അല്ലെങ്കിൽ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിളിൽ പറയുന്നത് അതാണ്. ക്ലാസിക്കൽ തിയറിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഇവിടെ തിയറി വാലിഡ് ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കണം. അതാണ് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒമേഗ ബൈ 2π എന്നുള്ളത് നമ്മളിവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. സോ ദാറ്റ്സ് ദ ഫ്രീക്വൻസി given by the quantum theory for two very large quantum numbers and separated by unity becomes identical with the orbital frequency and hence the classical frequency. So there is a relation between the classical theory and quantum theory എന്ന് പറയാനായിട്ട് നമുക്ക് ഇവിടെ പറ്റും. അതായത് ഒമേഗ ബൈ 2π നമുക്ക് ഇവിടെയും പ്രൂവ് ചെയ്യാൻ പറ്റി. Therefore we can conclude that the behavior of the atom tends asymptotically to that expected from the classical theory in the region of large quantum numbers. The correspondence principle has proved to be great value in computation of intensity. എന്തിനൊക്കെ കാര്യങ്ങൾക്കാണ് കറസ്പോണ്ടൻസ് തിയറി യൂസ് ചെയ്യുന്നതെന്നാണ് ഇവിടെ പറയുന്നത്, അല്ലെങ്കിൽ പ്രൂവ് ചെയ്യുന്നതെന്ന് പറയുന്നു. കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻറ്റൻസിറ്റി, പോളറൈസേഷൻ ആൻഡ് കൊഹറൻസ് ഓഫ് സ്പെക്ട്രൽ റേഡിയേഷൻ, ആസ് വെൽ ആസ് ഇൻ ഫോർമുലേഷൻ ഓഫ് ദ സോ കോൾഡ് സെലക്ഷൻ റൂൾസ്. ഈ വക കാര്യങ്ങൾക്കെല്ലാം ഈ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ യൂസ്ഫുൾ ആണ്, പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നമ്മളിപ്പോൾ ഇത്രയും കഴിഞ്ഞതിൽ ബോർസ് തിയറി കഴിഞ്ഞു, പിന്നെ ഹൈഡ്രജൻ സീരീസ് സ്പെക്ട്രൽ ലൈൻസിനെ പറ്റി പറഞ്ഞു, ഇപ്പോൾ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ കഴിഞ്ഞു. ഇനി അടുത്തത് സോമർഫീൽഡ്സ് ആറ്റം മോഡൽ ആൻഡ് എക്സ്പ്ലനേഷൻ. ഇദ്ദേഹം ഇതിനകത്തൊന്നും രണ്ട് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഫൈൻ സ്ട്രക്ചർ ബോർ തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത് സോമർഫീൽഡ് ആറ്റം മോഡലിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. സോമർഫീൽഡിന് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. എങ്ങനെ? അദ്ദേഹം ആദ്യത്തേതിൽ പറഞ്ഞേക്കുന്നത് the path of electron around the nucleus is an ellipse. നിങ്ങൾക്ക് ആ ഫിഗർ കാണാം. ഇത് സർക്കുലറിലല്ല കാണിച്ചേക്കുന്നത്, ഒരു എലിപ്റ്റിക്കൽ സെക്ഷനാണ് കാണിച്ചേക്കുന്നത്. സോ ആ ഇലക്ട്രോണിൻ്റെത് എലിപ്റ്റിക്കൽ ഓർഡറിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അറ്റ് വൺ ഓഫ് ദ ഫോക്കൈ വിത്ത് ന്യൂക്ലിയസ്. അതായത് ന്യൂക്ലിയസ് ഒരു സൈഡിലായിട്ട്, അതായത് സെൻറ്ററിലല്ല, വൺ ഓഫ് ദ ഫോക്കൈ ഒരു സൈഡിലായിട്ടാണ് ന്യൂക്ലിയസിനെ കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഇലക്ട്രോൺ ആ ഓർബിറ്റിലൂടെ എലിപ്റ്റിക്കലായിട്ട് റിവോൾവ് ചെയ്യുന്നു. ഓക്കെ, and you can see the path also through this area. Radius of electron r കാണിച്ചിട്ടുണ്ട്. ആൻഡ് ന്യൂക്ലിയസുമായിട്ട് ഓർബിറ്റ് അല്ലെങ്കിൽ എന്താണ് ആക്സിസ് അല്ലേ, സെൻട്രൽ ആക്സിസുമായിട്ടുള്ള ഇലക്ട്രോണിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സോമർഫീൽഡ്സ് തിയറിയിൽ ആദ്യത്തെ ആറ്റം മോഡലിൽ ആദ്യം പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ the path of electron is an ellipse with the nucleus at one of the foci. The circular orbits of Bohr are a special case of this. Second point is the velocity of the electron moving in an elliptical orbit varies considerably at different parts of the orbit, because ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഒരു സൈഡിലാണ് അല്ലേ, സെൻറ്ററിലല്ല. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതിൻ്റെ റേഡിയസ് നിങ്ങൾ നോക്കിക്കേ, പലയിടത്തും പല ഡിസ്റ്റൻസ് ആയിരിക്കും അല്ലേ. ഈ ഓരോ സൈഡിലും ഓരോ ഡിസ്റ്റൻസിലാണ്
ഡിഫറെൻ്റ് ആയിട്ടാണ്. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത് വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ. അപ്പോൾ അതിന് ഓരോന്നിനും ഓരോ വെലോസിറ്റി ആയിരിക്കും. ഇത്രയും ദൂരം ഇവിടെ വേണം, ഇവിടെയാണെങ്കിൽ കുറച്ച് ദൂരം മതി. അപ്പോൾ അതാണ് പറഞ്ഞേക്കുന്നത് ദ വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ മൂവിങ് ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് വേരീസ് at different parts of the orbit. This causes relativistic variation in the mass of the electron, moving electron. Therefore, he took into account the relativistic variation of mass of electron with the velocity. Hence, this is known as relativistic atom model. So, Sommerfeld's atom model ne mattoru perana relativistic atom model. Clear? ഇനി അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത മറ്റൊരു കാര്യമാണ് H alpha line. അതായത് ഹൈഡ്രജൻ ആറ്റത്തിൽ അവർക്ക് ആക്ച്വലി ഹൈഡ്രജൻ ലൈനിന് നമുക്ക് H alpha ലൈൻ എന്ന് പറയാം. അതായത് മോർ ഇൻറ്റൻസ് ആയിട്ടുള്ള ലൈൻ. പല ലൈൻസ് നമുക്ക് ഇതിൽ പറയുന്നുണ്ട്. നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും KLM എന്നൊക്കെ പറഞ്ഞ സബ്ഷെൽസ്. അതുപോലെ തന്നെ നമ്മളിവിടെ ഷെൽസിൻ്റെ അതിനകത്ത് തന്നെ ഡിഫറെൻറ്റ് എനർജി ലെവൽസിൽ ഹിറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇൻറ്റൻസിറ്റി വേരിയേഷനിൽ നമ്മൾ ലൈൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ ഹൈഡ്രജൻ സ്പെക്ട്രയിലെ കേസിൽ നമ്മൾ പറയുന്ന H alpha ആണ്. H alpha, H beta അങ്ങനെ കുറേ എണ്ണം വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ H alpha ലൈൻ, അതായത് മോർ ഇൻറ്റൻസ് ലൈനാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ H alpha മാത്രമാണ് പറയുന്നത്. H alpha ലൈൻ ഈസ് ഡ്യൂ ടു ദ ട്രാൻസിഷൻ ഫ്രം n equal to 3 സ്റ്റേറ്റ് ടു n equal to 2. നിങ്ങൾക്ക് ഫിഗറിൽ കാണാം 3ൽ നിന്ന് 2ലേക്കാണ് എല്ലാ ട്രാൻസിഷൻസും വന്നിരിക്കുന്നത്. ഇനി അവിടെ പോസിബിൾ ആയിട്ടുള്ള എനർജി ലെവൽസ് എന്ന് പറയുന്നത് n5 equal to 1, 2 and 3 ആണ്. There are 2 possible energy levels for n equal to 2. n equal to 2 ആണെങ്കിലോ 2 പോസിബിൾ എനർജി ലെവൽസേ ഉണ്ടാവുകയുള്ളൂ. ഇനി ഈ n equal to 3 എന്നുള്ള കണ്ടീഷൻസിൽ നിങ്ങൾക്ക് അവിടെ കാണാം ഫോർബിഡൻ ആയിട്ടുള്ളതും കണ്ടിന്യൂസ് ലൈൻസ്, അതായത് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഇടവിട്ടുള്ള ലൈൻസും നിങ്ങൾക്ക് കാണാം. പിന്നെന്താ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈൻസും കാണാം. ആ ഡിഫറൻസ് എന്താണ് കാണിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ആക്ച്വലി there are 6 transitions possible. അതിവിടെ പറയുന്നുണ്ട് 3, 3, 2, 2. 3, 3ൽ നിന്ന് 2, 2ലേക്ക്. പിന്നെ വേറെ ആരുണ്ട് 3, 3ൽ നിന്ന് 2, 1ലേക്ക്. ഓക്കെ, ഹയർ എനർജിയിൽ നിന്ന് ലോവർ എനർജി. അതുപോലെ 3, 2ൽ നിന്ന് 2, 2ലേക്ക്, 3, 2ൽ നിന്ന് 2, 1ലേക്ക്. അതുപോലെ പിന്നെ ആരാ 3, 1ൽ നിന്ന് 2, 2ലേക്ക്, 3, 1ൽ നിന്ന് 2, 1ലേക്ക്. അങ്ങനെ 6 പോസിബിൾ ട്രാൻസിഷൻസ് ആണുള്ളത്. നിങ്ങൾക്ക് കൗണ്ട് ചെയ്താൽ തന്നെ അറിയാം 6 ലൈൻസ് അവിടെ ഉണ്ടെന്ന്. വെർട്ടിക്കൽ താഴേക്ക് പോകുന്ന ഡൗൺവേർഡ് ലൈൻസ്. ഹെൻസ് ദ H alpha ഹാസ് ഓൺലി, അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും 6 ലൈൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് പറയാൻ പറ്റുന്ന H alpha ലൈൻ എത്രയാണെന്ന് വെച്ചാൽ 3 കമ്പോണൻസ് റിലേറ്റ് ചെയ്താണ്. അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈൻസ് ഏതൊക്കെയാണോ അതാണ് നമ്മൾ, അതായത് മോർ ഇൻറ്റൻസ് ആയിട്ടുള്ള ലൈൻസ്. ആ ഇൻറ്റൻസ് ലൈൻസിനെയാണ് ഞാനിവിടെ കണ്ടിന്യൂസ് ലൈൻ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. മറ്റേത് ലെസ് ഇൻറ്റൻസ് ആയതുകൊണ്ടാണ് അവരെ ഡോട്ടഡ് ആയിട്ടും കാണിക്കുന്നത്. To make experiment and theory agree, some of the transitions have to be ruled out. അപ്പോൾ ഇവിടെ 6 ട്രാൻസിഷൻസ് ഉണ്ട്. പക്ഷെ ചില കണ്ടീഷൻസ്, എക്സ്പെരിമെൻ്റൽ കണ്ടീഷൻസ് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് എന്താണ് നടന്നിട്ടുള്ള, അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി കുറഞ്ഞ, അല്ലെങ്കിൽ അവിടെ ഫോർബിഡൻ ആയിട്ടുള്ള ബാൻഡ്സിനെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു ത്രൂ സം സെലക്ഷൻ റൂൾസ്. ദ സെലക്ഷൻ റൂൾ ഈസ് ദാറ്റ് n5 can change only by plus or minus 1. There is no such restriction on delta n. On the basis of this selection rule, there are only 3 allowed transitions. ഇതാണ് നമ്മൾ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ പറയുന്ന ഡെൽറ്റ എൻ. അതായത് സ്പെഷ്യൽ റൂൾ പ്രകാരം നമുക്ക് ആ തിയറി മറ്റൊരു തിയറിയുമായിട്ട് ലിങ്ക്ഡ് ആണ് എന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇവിടെ അത് ചുമ്മാ ഒരു ഇതിൽ വല്ല പറയുന്നത്, വിത്ത് പ്രൂഫ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് സെലക്ഷൻ റൂൾ അനുസരിച്ച് 6 ട്രാൻസിഷൻസ് ഉള്ളിടത്ത് നമുക്ക് അലൗഡ് ആയിട്ടുള്ള ട്രാൻസിഷൻ 3 എണ്ണമാണ്. ആ അലൗഡ് ട്രാൻസിഷൻസ് ആണ് കണ്ടിന്യൂസ് ലൈൻസ് ആണ് ആയിട്ട് കാണിച്ചേക്കുന്നത്. And the limitations of Sommerfeld's theory was unable to give an explanation of fine structure of spectral line of hydrogen atom. അതായത് he could explain, സോറി ഞാൻ പറഞ്ഞത് തിരിഞ്ഞു. അദ്ദേഹം ലിമിറ്റേഷൻ എന്താണെന്നാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വന്നത് എന്താണ്, ഫൈൻ സ്ട്രക്ചർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ആണ്. പക്ഷെ അവിടെയും ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. എന്തിനെ ബേസ് ചെയ്ത്? ഹി കുഡ് നോട്ട് പ്രെഡിക്ട് ദ കറക്റ്റ് സ്പെക്ട്രൽ ലൈൻസ്. ഹൈഡ്രജൻ സ്പെക്ട്രത്തിന്റെ ഫൈൻ സ്ട്രക്ചർ പറയാൻ പറ്റിയിരുന്നു എങ്കിലും അദ്ദേഹത്തിന് സ്പെക്ട്രൽ ലൈൻസിന്റെ സ്പെക്ട്രൽ ലൈൻസിന്റെ, അതായത് ഡിഫറെൻറ്റ് സ്പെക്ട്രൽ ലൈൻസ്, ഇപ്പോൾ ഹൈഡ്രജൻ ആറ്റം അല്ല വേറെ ഏതെങ്കിലും ആറ്റം ആണെങ്കിൽ അവിടെ അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് ഉള്ള മുന്നോടിയായിട്ട്, അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള സ്പെക്ട്രൽ ലൈൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വന്ന പുതിയ ആളാണ് നമ്മുടെ വെക്റ്റർ ആറ്റം മോഡൽ.
ഓക്കെ, അപ്പോൾ ഇവിടെ ആ ഇൻട്രൊഡക്ഷൻ ആണ്, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നതാണ് ഈ ഒരു സ്ലൈഡിനകത്ത്. ഈ 3 പോയിന്റ്സ് അതാണ് പറയുന്നത്. ബോർസ് തിയറി വാസ് ഏബിൾ ടു എക്സ്പ്ലെയിൻ ഓൺലി സീരീസ് സ്പെക്ട്ര ഓഫ് സിംപ്ലസ്റ്റ് ഹൈഡ്രജൻ ആറ്റം. It could not explain the multiple structure of spectral lines in simplest hydrogen atom. Sommerfeld's theory was able to give an explanation of fine structure of spectral lines of hydrogen. However, Sommerfeld's theory could not predict the correct number of fine spectral lines, so structural lines. Moreover, it gave no information about relative intensities of lines. Sommerfeld's theory could not explain complex spectra of alkali atoms like sodium. അതേപോലെ നമ്മൾ പറഞ്ഞ കാര്യമാണ് ഈ സ്ലൈഡിനകത്ത് വീണ്ടും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങളുടെ സ്വന്തം അഭിപ്രായത്തിൽ ഈ 3 പോയിന്റ്സ് എഴുതിയാൽ മതി. എന്തുകൊണ്ടാണ് വെക്ടർ ആറ്റം മോഡൽ സ്റ്റാർട്ട് ചെയ്തത്? അപ്പോൾ ഒരു എസ്സേ ആയിട്ട് ചോദിക്കുമ്പോൾ വെക്ടർ ആറ്റം മോഡൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണമാണ് ഈ 3 പോയിന്റ്സിൽ പറയുന്നത്. എന്നിട്ട് സീമൻ എഫക്റ്റും സ്റ്റാർക്ക് എഫക്റ്റും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. പിന്നെന്താണ്, അനദർ ഡ്രോബാക്ക് ഓഫ് മോർ മോഡൽ വാസ് ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ഹൗ ദ ഓർബിറ്റൽ ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം വെയർ ഡിസ്ട്രിബ്യൂട്ടഡ് അറൌണ്ട് ദ ന്യൂക്ലിയസ്. അപ്പോൾ ഇതിനെ എല്ലാത്തിനെയും ഓവർകം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ലിമിറ്റേഷൻസിനെ എല്ലാത്തിനെയും മറികടന്ന് ഒരു കാര്യം വന്നതാണ് വെക്ടർ ആറ്റം മോഡൽ. സോ thus to explain complex spectra of atoms, ഇതിനു വേണ്ടിയാണ് വെക്ടർ ആറ്റം മോഡൽ ഉണ്ടായത്. കോംപ്ലക്സ് സ്പെക്ട്ര ഓഫ് ആറ്റംസ്, their relation to atomic spectra and their relation to atomic spectra, vector atom model was introduced. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് 2 ഫീച്ചേഴ്സ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഏത് 2 ടൈപ്പ് വെച്ചിട്ടാണ്? 2 ടൈപ്പ് വെച്ചിട്ടാണ് വെക്ടർ ആറ്റം മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഒന്ന് സ്പേഷ്യൽ ക്വാണ്ടൈസേഷനും മറ്റൊന്ന് സ്പിന്നിങ് ഇലക്ട്രോൺ ഹൈപ്പോത്തസിസും. സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത് സ്പേസ് ഓറിയന്റഡ് ആയിട്ടുള്ള കണ്ടീഷനാണ്. അതായത് ബോർ തിയറിയിൽ ഓർബിറ്റ്സ് ആർ ക്വാണ്ടൈസ്ഡ് ആസ് റിഗാർഡ്സ് ദെയർ മാഗ്നിറ്റ്യൂഡ്. But according to quantum theory, the direction and or orientation of the orbits in space also should be quantized. Bohr theory base ചെയ്തിട്ട് ഓർബിറ്റ്സ് ക്വാണ്ടൈസ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ക്വാണ്ടം തിയറി ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഓർബിറ്റ്സിൻ്റെ സ്പേസിനെ ഓറിയൻറ്റഡ് ചെയ്തിട്ടും, അതായത് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പൊസിഷൻ മൊമെൻറ്റം കോർഡിനേറ്റ്സ് അല്ലേ, R, T അല്ലെങ്കിൽ പൊസിഷൻ ടൈം കോർഡിനേറ്റ്സ്. പൊസിഷൻ മൊമെൻറ്റം അവിടെ നിൽക്കട്ടെ, പൊസിഷൻ ടൈം കോർഡിനേറ്റ്സ് എന്ന് നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ. R, T അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ കണ്ടീഷൻ ആണ് നിങ്ങൾ പറയുന്നതെങ്കിൽ X, Y, Z, T അല്ലേ. എ ബ്രാക്കറ്റിനകത്ത് X, Y, Z, T എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ക്യാപിറ്റൽ X കൊടുത്തിട്ട് ആ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് X ആക്സിസിൽ ഉണ്ടാകാം. പിന്നെ ഇതിൽ വരയ്ക്കുമ്പോൾ എഴുതുമ്പോൾ ചിലപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ഒരു ഇതായിരിക്കുവേ. X, Y, Z പിന്നെന്താ പൊസിഷൻ ആൻഡ് ടൈം അല്ലേ, X, Y, Z, T. അപ്പോൾ ആ ഒരു ഓറിയൻറ്റേഷനിലാണ് നമ്മളിവിടെയും പറയുന്നത്. സ്പേസ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ എന്താണ് ക്വാണ്ടൈസ്ഡ് ആയിട്ട് ഓർബിറ്റ്സിനെ ക്വാണ്ടൈസ് ചെയ്യുന്നതാണ് ക്വാണ്ടം തിയറിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ടു സ്പെസിഫൈ ദ ഓറിയൻറ്റേഷൻ ഓഫ് ഓർബിറ്റ് ഇൻ സ്പേസ് വി നീഡ് എ ഫിക്സഡ് റെഫറൻസ് ആക്സിസ്. ദിസ് റെഫറൻസ് ലൈൻ ഈസ് ചോസൺ ആസ് ദ ഡയറക്ഷൻ ഓഫ് ആൻ external magnetic field that is applied to the atom. The different permitted orientations of an electron orbit are determined by the fact that the projections of the quantized orbits on the field direction must themselves be quantized. അതായത് ഒരു ഓർബിറ്റിനെ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ ക്വാണ്ടം തിയറിയിൽ ആ ഓർബിറ്റിൻ്റെ സ്പേസ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കണം അതിനെ നമ്മൾ ക്വാണ്ടൈസ് ചെയ്തു എന്നുള്ളത് പറയുന്നത്. അതിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് സ്പേസ് ഓറിയൻറ്റഡ് ആയിട്ടാണ്. ഈ ഐഡിയ ഓഫ് സ്പേസ് ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത് സീമൻ എഫക്റ്റുമായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്കറിയാം സ്പ്ലിറ്റിംഗ് ഓഫ് ഇലക്ട്രിക് ലൈൻസ് അല്ലേ, റിഗാർഡിങ് സീമൻ എഫക്റ്റ് അങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ സീമൻ എഫക്ട് ഇലക്ട്രിക് എന്ന സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ ടേംസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യുന്നു. ആ ഫിനോമിനെയാണ് നമ്മൾ സീമൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാഗ്നറ്റിക് എഫക്റ്റിൻ്റെ പ്രസൻസിൽ സ്പ്ലിറ്റ് ചെയ്യുന്ന ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു സ്പേസ് ഓറിയൻറ്റഡ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ സ്പേസ് ക്വാണ്ടൈസേഷൻ ഒരു ഉത്തമ ഉദാഹരണമാണ് സീമൻ എഫക്റ്റ്. അതുപോലെ തന്നെ മറ്റൊരു പ്രൂഫായിട്ട് പറയുന്നതാണ് സ്റ്റേൺ-ഗെർലാക് എക്സ്പെരിമെൻറ്റ്. അതും നിങ്ങൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. ഈ വീഡിയോയിലല്ല, മറ്റൊരു വീഡിയോ ആയിട്ട് അത് കുറച്ച് പോയിന്റ്സ് ഉള്ളത് കൊണ്ട് സിംഗിളായിട്ടത് ഇട്ടേക്കാം വീഡിയോ. ഇനി സെക്കൻഡ് പോയിന്റ് എന്താണ്? വെക്ടർ ആറ്റം മോഡലിൻ്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് സ്പിന്നിങ് ഇലക്ട്രോൺ. അതായത് അവർക്കൊരു +12 അല്ലെങ്കിൽ -12 എന്നുള്ള ഒരു സ്പിന്നിങ് ഓർഡർ അവർക്ക് ഉണ്ടാകുന്നുണ്ട്. അതെന്താണെന്ന് പറയാം.
To account for the observed fine structure of spectral lines and to explain the anomalous Zeeman effect, the concept of spinning electron was introduced. According to this hypothesis, the electron spins about an axis while it also moves round the nucleus of a, അതായത് നമുക്കറിയാം പ്ലാനറ്റിന്റെ റെവല്യൂഷൻ ആൻഡ് റൊട്ടേഷൻ സ്മോളർ ക്ലാസ്സസിൽ നമ്മൾ പഠിക്കുന്നത് അല്ലേ, റൊട്ടേറ്റ് ചെയ്യുകയും റെവല്യൂഷൻ നടക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഓർബിറ്റുമായിട്ട് മൂവ്മെന്റ് നടക്കുന്നുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ ആ ഇലക്ട്രോൺ അവിടെ സ്പിന്നിങ്ങും നടക്കുന്നുണ്ട് എന്നാണ് വെക്ടർ ആറ്റം മോഡലിൽ എക്സ്പ്ലനേഷൻ വന്നിരിക്കുന്നത്. The spin of electron is analogous to the spinning of a planet about its own axis as it moves in an elliptical orbit around the sun. In other words, the electron is endowed with a spin motion over and above the orbital motion. According to the quantum theory, the spin of electron also should be quantized. Quantum theory അനുസരിച്ച് സ്പിന്നും quantized effect ആയിരിക്കണം. Hence, a new quantum number called spin quantum number, which is represented by the letter S, is introduced. Since orbital and spin motions are both quantized in magnitude and direction, according to the idea of spatial quantization, they are considered as quantized vectors. Okay? Orbital motion എന്ന് പറയുന്ന L-ഉം spin motion എന്ന് പറയുന്ന S-ഉം ആണ്. അവർ രണ്ടുപേരും സ്പേഷ്യൽ ക്വാണ്ടൈസേഷനിലുള്ളത് കൊണ്ട് തന്നെ അവരെ ക്വാണ്ടൈസ്ഡ് വെക്ടേഴ്സ് ആയിട്ട് L-നെയും S-നെയും quantized vectors ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. Hence, the atom model based on these quantized vectors are called vector atom model. Okay? According to older theories, electron was supposed to have only orbital motion around the nucleus. അത് നമുക്കറിയാം, പഴയ തിയറികളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഓർബിറ്റൽ മോഷൻ മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് ഓർബിറ്റൽ ആംഗുലർ മൊമെന്റവും അവിടെ ഓർബിറ്റൽ മോഷൻ മാത്രം ആയതുകൊണ്ട് തന്നെ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റവും ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റവും ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ സ്പിന്നിന്റെ കേസ് പഠിക്കുമ്പോൾ സ്പിന്നിന്റെ കേസിൽ ഇലക്ട്രോൺസിന് സ്പിൻ ആംഗുലർ മൊമെന്റം, അതായത് SH ക്രോസ് എന്നുള്ള ഇക്വേഷൻ അവിടെ വരുന്നുണ്ട്. അതായത് ക്യാപിറ്റൽ S ഇസ് ഈക്വൽ ടു SH ക്രോസ്, സ്മോൾ s ഇൻറ്റു H ക്രോസ്. ആ സ്മോൾ s എന്ന് പറയുന്നത് പ്ലസ് ഹാഫ് ആവാം മൈനസ് ഹാഫ് ആവാം. H ക്രോസ് എന്ന് പറയുന്നത് എന്താ, h/2π, നമ്മുടെ ബോർ തിയറി. Okay, and spin magnetic moment, അതായത് μs. Hence, the total angular momentum J of an atom should be the vector sum of, അതായത് J is equal to L plus S എന്ന് വരും. Okay, J is equal to orbital angular momentum plus S. Similarly, the total angular total magnetic moment mu L of an mu L അല്ല mu J. Total magnetic moment mu J of an atom should be the vector sum of orbital and spin magnetic moment, അതായത് mu L and mu S. ഇനി ആപ്ലിക്കേഷൻ ഓഫ് സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ ആണ് പറയുന്നത്. ഇത് കാര്യം തന്നെയാണ് പറയുന്നത്. സ്പേഷ്യൽ ക്വാണ്ടൈസേഷന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നതിൽ L-ഉം S-ഉം J-യും ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് കപ്ലിംഗ് സ്കീംസിലാണ് നമ്മൾ ഇതിനെപ്പറ്റി പറയാൻ പോകുന്നത്. L, S, J എന്ന് പറയുന്നത് ആംഗുലർ മൊമെന്റവും സ്പിൻ മൊമെന്റവും ടോട്ടൽ ആംഗുലർ മൊമെന്റവുമാണ്. അവര് തമ്മിൽ മൂന്ന് പേർക്കും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷനാണ് കപ്ലിംഗ് സ്കീംസ് എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ഇനി അക്കോർഡിംഗ് ടു ക്വാണ്ടം തിയറി, L, S and J are quantized in magnitude and direction. Hence, the number of permitted orientations of L, S and J can be represented as 2L plus 1, 2S plus 1, 2J plus 1 respectively. Permitted orientations ആണ്. അതേപോലെ തന്നെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പേഴ്സും അവർക്ക് പെർമിറ്റ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയായിരിക്കും? ML is equal to sigma of M small letter L. അതായത് ക്യാപിറ്റൽ L എന്ന് പറഞ്ഞാൽ ടോട്ടൽ, സ്മോൾ L എന്ന് പറഞ്ഞാൽ പല സിഗ്മ എടുത്തേക്കാണ്, കണ്ടല്ലോ. അപ്പം L1 കാണും, L2 കാണും. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും മാഗ്നറ്റിക് എഫക്റ്റ് ആ ഒരു സിസ്റ്റത്തിന് ഹോൾ ആയിട്ടാണ് നമ്മൾ സ്മോൾ ലെറ്റർ M ക്യാപിറ്റൽ L എന്ന് കൊടുത്തേക്കുന്നത്. ദാറ്റ് ഇസ് ദ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഇനി അതേപോലെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിൽ സ്പിൻ റിലേറ്റ് ചെയ്തിട്ടാണെങ്കിൽ സിഗ്മ MS ആൻഡ് ടോട്ടൽ ആംഗുലർ മൊമെന്റം റിലേറ്റ് ചെയ്തിട്ടാണെങ്കിൽ സിഗ്മ MJ. അവിടെ വരുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നതും 2L plus 1, 2S plus 1, 2J plus 1 വാല്യൂസ് ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ദ ആപ്ലിക്കേഷൻ ഓഫ് സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ. അതായത് നമ്മുടെ L-ഉം S-ഉം J-യും അവിടെ വരുന്ന റിലേഷൻ എങ്ങനെയാണെന്നാണ് ആ സ്പേഷ്യൽ ക്വാണ്ടൈസേഷനിൽ പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് പോർഷൻ, ക്വാണ്ടം നമ്പേഴ്സ് അസോസിയേറ്റഡ് വിത്ത് വെക്ടർ ആറ്റം മോഡൽ. നിങ്ങൾ കെമിസ്ട്രിയിലും കുഞ്ഞു ക്ലാസ്സിലും പഠിക്കുന്നതാണ്.
ഓൾറെഡി 3-4 എണ്ണം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ എക്സ്ട്രാ 3 എണ്ണം കൂടെ മാഗ്നറ്റിക് എഫക്റ്റിന്റെ കേസിൽ പഠിക്കുന്നുണ്ട്. ആദ്യത്തേത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ് n. That is identical with Bohr's Sommerfeld theory. നമുക്കറിയാം n-ന്റെ വാല്യൂ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ n 1 2 3 4 എക്സെട്ര. ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ ആണ് 2, റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ l. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ്. അതിൽ 0 1 2 3 4 അപ് ടു n-1 വരെയാണ് അവിടുത്തെ വാല്യൂസ് എടുക്കുന്നത്. അതായത് ഉദാഹരണം l ഈക്വൽ ടു 0 ആണ് കണ്ടീഷൻ വരുന്നതെങ്കിൽ s ഇലക്ട്രോണും, l ഈക്വൽ ടു 1 ആണെങ്കിൽ p ഇലക്ട്രോൺ, l ഈക്വൽ ടു 2 ആണെങ്കിൽ d ഇലക്ട്രോൺ, l ഈക്വൽ ടു 3 ആണെങ്കിൽ f ഇലക്ട്രോൺ. SPDF കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. എസിനുള്ള വാല്യൂ കൊടുക്കുന്നതും 2s എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന കണ്ടീഷൻസ് അല്ലേ. അവിടെ നമ്മുടെ ഓർബിറ്റൽ ക്വാണ്ടം നമ്പറിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? പി എൽ ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ് റെപ്രസെന്റഡ് ആസ് LH ക്രോസ്. നേരത്തെ എസിന് ഞാൻ SH ക്രോസ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ ഓർബിറ്റൽ ക്വാണ്ടം നമ്പറിന് PL ഇസ് ഈക്വൽ ടു LH ക്രോസ്. ആ PLന് വേവ് മെക്കാനിക്സിൽ നമ്മൾ ഒരു ഇക്വേഷൻ കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് L ഇൻറ്റു L+1 ദ ഹോൾ റേസ് ടു ഹാഫ്. ഓർത്തുകൊള്ളുക, ഈ എല്ലും കൂടെ ചേർത്താണ് റൂട്ട് എഴുതേക്കുന്നത്, ഇൻറ്റു H ക്രോസ്. സ്പിന്നിനാണെങ്കിലോ നമ്മൾ നേരത്തെ പറഞ്ഞു സ്പിന്ന് 2 സ്പിൻസ് ഉണ്ട്, പ്ലസ് ഹാഫും മൈനസ് ഹാഫും വരാം. ഇവിടെ നമ്മൾ has only one value plus half എന്നുള്ള രീതിയിലാണ് പറയുന്നത്. And the principal quantum number PS is equal to SH cross where S is equal to half. As per the conditions വരുമ്പോഴാണ് നമ്മൾ മൈനസ് ഹാഫ്, അതായത് ആൻറ്റി പാരലൽ കണ്ടീഷൻസ് ഒക്കെ പറയുന്ന പോലെ ആൻറ്റി സ്പിന്നിങ് വരുന്നപ്പോഴാണ് മൈനസ് ഹാഫ് പറയുന്നത്. നോർമലി ക്വാണ്ടം നമ്പേഴ്സിൽ ഹാഫ് വാല്യൂ മാത്രമേ വരുന്നുള്ളൂ. ഇനി അക്കോർഡിംഗ് ടു വേവ് മെക്കാനിക്സ് PS is equal to S into S+1 the whole raised to half H cross. ഇനി J ആണെങ്കിൽ നമുക്കറിയാം J എന്ന് പറയുന്ന L+S ആണ്. അതായത് ഓർബിറ്റൽ ആംഗുലർ മൊമെന്റവും സ്പിൻ ആംഗുലർ മൊമെന്റത്തിന്റെയും സമ്മേഷൻ ആണ് ടോട്ടൽ ആംഗുലർ മൊമെന്റം. അവിടെ വരുമ്പോൾ എസിന് എന്ന് പറയുന്നത് പ്ലസ് ഹാഫ് മൈനസ് ഹാഫ് വാല്യൂസ് ഉണ്ടാവും. അതായത് ടോട്ടലി എടുക്കുന്നതാണ്. അപ്പോൾ അവൻ ചുറ്റിക്കറങ്ങി വരുമ്പം അവൻ്റെ അത്രയും വാല്യൂസും നമുക്ക് ആവശ്യമുള്ളതാണ്. അവിടെ പ്ലസിനും മൈനസിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അവിടുത്തെ എന്താണ് ടോട്ടൽ ആംഗുലർ മൊമെന്റം ഇലക്ട്രോണിനെ റെപ്രസെന്റ് ചെയ്യുന്നത് JH ക്രോസ് എന്നും, അതിൻ്റെ പോലെ വേവ് മെക്കാനിക്സിനെ ബേസ് ചെയ്ത PJ നമുക്ക് പറയാൻ പറ്റുന്നത് J into J+1 the whole raised to half H ക്രോസ് എന്ന്. ഓക്കെ, ഇനി മാഗ്നറ്റിക് മൊമെന്റ് വെച്ചിട്ട് ക്വാണ്ടം നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ ദാറ്റ് ഈസ് M∩L, മാഗ്നറ്റിക് സ്പിൻ ക്വാണ്ടം നമ്പർ MS ആൻഡ് മാഗ്നറ്റിക് ടോട്ടൽ ആംഗുലർ മൊമെന്റം ക്വാണ്ടം നമ്പർ MJ. അപ്പോൾ അവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ML ആണെങ്കിൽ എന്താണ് അവിടെ പറയുന്നത്? പ്രൊജക്ഷൻ ഓഫ് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ L ഓൺ ദ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഈസ് കോൾഡ് മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ ML. M∩L ആണ് ഇത്, M∩L. ഇനി അതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് L, L-1, L-2 എക്സെട്ര 0, -1, -2 എക്സെട്ര അപ് ടു -1. There are 2 L+1 പോസിബിൾ വാല്യൂസ്. പിന്നെ ഇതിനകത്ത് ബാക്കി കാര്യങ്ങൾ പറയുന്നത് ഒരു എക്സാമ്പിളൊക്കെയാണ്. അതൊന്നും ആവശ്യമില്ല, എക്സാമ്പിൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ബാക്കി കാര്യങ്ങൾ എഴുതിയാൽ മതി. ഇവിടെ നിങ്ങൾക്ക് കാണാം എക്സാമ്പിളിൻ്റെതാണ് ഈ പിക്ചർ കാണിച്ചിരിക്കുന്നത്. നോക്കിക്കോ. If L equal to 3 ആണെങ്കിൽ the permitted orientations are for L എത്രയാണെന്ന് നോക്കിക്കേ. ഇവിടെ L equal to 3ക്ക് 1, പിന്നെ ഫസ്റ്റ് ലൈനിൽ 2, പിന്നെ 3, പിന്നെ ഇവിടോട്ട് ഒരു ഓർബിറ്റ് പോയിട്ടുണ്ട്, ഒരു ഓറിയന്റേഷൻ ഉണ്ട് 4 അല്ലേ, പിന്നെ 5, 6 ആൻഡ് ദ ലാസ്റ്റ് വൺ 7. അങ്ങനെ 7 പെർമിറ്റഡ് ഓറിയന്റേഷൻസ് ആണ് മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പറിൽ വരുന്നത്. അതായത് ഈ 1 2 3 എന്നൊക്കെ കാണിച്ചിരിക്കുന്നത് എനർജി ലെവൽസ് ആണ് കാണിച്ചിരിക്കുന്നത്. അതിൽ -1 -2 -3 പോകുന്നുണ്ട്. അപ്പം അങ്ങോട്ട് താഴോട്ടും മുകളിലോട്ടും ഉള്ള ഓറിയന്റേഷൻസ് അവിടെ വരുന്നുണ്ട്. ഇനി മാഗ്നറ്റിക് ക്വാണ്ടം സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് പ്ലസ് ഹാഫും മൈനസ് ഹാഫും ആണ് അവിടുത്തെ കണ്ടീഷൻ. അതേപോലെ മാഗ്നറ്റിക് ടോട്ടൽ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് J equal to L plus or minus half. J can have only odd half integrals. Odd half integrals ആണ് ഇവിടുത്തെ വാല്യൂവിന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്വാണ്ടം നമ്പേഴ്സ്. അപ്പോൾ ഈ ബുക്സ് ആണ് റെഫർ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്പീഡ് കൂടിപ്പോയോ, നിങ്ങൾക്ക് താല്പര്യം ഇഷ്ടപ്പെട്ടു എങ്കിൽ അല്ലെങ്കിൽ മനസ്സിലായെങ്കിൽ സന്തോഷം, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബാക്കിയുള്ള
വീഡിയോസ് വഴിയെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഇത് ഇച്ചിരി ലെങ്തിയാണ്, 44 മിനിറ്റ്സ് എടുത്തേക്കുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ക്ലാരിറ്റിയോ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സജഷൻ